നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ DGPക്ക് നിയമോപദേശം. സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്. മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മർദ്ദിച്ച പോലീസ് സംഘത്തിലുണ്ടായിരുന്ന CPO ശശീന്ദ്രന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തിങ്കളാഴ്ച നടക്കുന്ന പുലിക്കളിക്കൊരുങ്ങി തൃശൂർ നഗരം. ഇത്തവണ പുലിക്കളിക്ക് 9 സംഘങ്ങൾ. അണിയറയിലെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ പുലിക്കളി TCVയിൽ തത്സമയം. പുലിക്കളി ദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ ഇനി പേര് ചേർക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബർ അവസാനം വരെ പേര് ചേർക്കാമെന്നുള്ള പ്രചരണം തെറ്റെന്നും കമ്മീഷൻ. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കോയമ്പത്തൂർ സ്വദേശി അശ്വന്താണ് മരിച്ചത്. ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. പുതുക്കാട് മണലി പാലത്തിന് സമീപത്തെ കടവിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവ് മരിച്ചു. ഓളപ്പോരിൽ ആവേശം തീർത്ത് കണ്ടശാങ്കടവ് ജലോത്സവം. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ എടത്വ ടൗൺ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി 1ാം സ്ഥാനം നേടി. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. പീലാർമുഴി സ്വദേശി സുഭാഷിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. SI ന്യൂമാൻ, CPOമാരായ S സന്ദീപ്, ശശീധരൻ, KJ സജീവൻ എന്നിവരെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തത്. അതേസമയം 4 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഉത്തരമേഖല IGക്ക് ചുമതല നൽകി. പിരിച്ചുവിടലിന്റെ ഭാഗമായി പോലീസുകാർക്ക് ഉടൻ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ 3-നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസുകാരുടെ സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുജിത്ത്. ശശീധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ CCTV ഇല്ലാത്ത മുറിയിലെത്തിച്ച് മർദ്ദിച്ചു. നീ നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും സുജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച മുൻ പോലീസ് ഉദ്യോഗസ്ഥനും പഴയന്നൂരിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായ സുഹൈറിനെതിരെ നടപടിയെടുക്കാത്തതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സുഹൈർ ജോലി ചെയ്യുന്ന വില്ലേജ് ഓഫീസിലേക്ക് അടുത്ത ദിവസം മാർച്ച് നടത്തും. എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV വേണമെന്ന സുപ്രീം കോടതിയിലുള്ള കേസിൽ കക്ഷി ചേരുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശീധരന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശശീധരൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മുട്ടൻസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SMS റോഡിലെ ശശീധരന്റെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, ഷെന്നി ആന്റോ പനോക്കാരൻ, പോൾസൺ തെക്കുംപേടിക തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി DYSP ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. മാടക്കത്തറയിൽ കോൺഗ്രസ് സ്ഥാപിച്ച പോസ്റ്ററുകളും ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയ CPO സജീവന്റെ മാടക്കത്തറയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിന്റെ പ്രതികാര നടപടി എന്നോണമാണ് പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ചതെന്ന് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് VS പ്രദീപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല.
സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല പറഞ്ഞു. മർദ്ദനത്തിനിരയായ സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മൗനം നാട്ടിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേരണയുണ്ടാക്കും. പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അല്ല. ഈ വകുപ്പ് ഭരിച്ച ഒരാളാണ് താൻ. അന്ന് പൊതുജനങ്ങളെ മർദ്ദിക്കാൻ പാടില്ലെന്ന ശക്തമായ നിർദ്ദേശം സ്റ്റേഷനുകൾക്ക് നൽകിയിരുന്നു. ഇന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ്. പോലീസ് വകുപ്പ് നാഥനില്ലാ കളരിയായിരിക്കുന്നു. പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്തെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര, ജോസ് വള്ളൂർ, എ പ്രസാദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. അപ്പൊ ആർക്ക് വേണ്ടിയാണ് പോലീസ്? ഈ പോലീസ് എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇത് 4 പോലീസുകാരുടെ കുറ്റം മാത്രമല്ല, അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം. പക്ഷേ ഇതിന്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിന്റെ ഭാഗമാണിത്. സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോവുക, അവരെ ഭീകരമായി മർദ്ദിക്കുക, അവർ ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക, എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക, ഇതെല്ലാം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണ്. പോലീസിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഇത് പരിപാലിക്കാതിരിക്കുന്നതിന്റെ കാരണം ആര് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു സ്ഥിതിയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. കേരള പോലീസ് ഈ നിലയിലാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ചെയ്സാർ. ഈ 4 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇതൊരു മാതൃകയാകണം. നാളെ ഒരു പോലീസുകാരന് ഒരു പാവപ്പെട്ടവന്റെ ശരീരത്ത് ഇതുപോലെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല. ചുവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശശീന്ദ്രനെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ചൂരൽ കൊണ്ടടിച്ച് യൂണിഫോം ഊരിവാങ്ങി ക്രിമിനൽ പട്ടം ചാർത്തി നൽകി പ്രതിഷേധിച്ചു. ആമ്പല്ലൂർ സെന്ററിൽ നടന്ന പ്രതീകാത്മക സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, ഷെറിൻ തേർമഠം, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS ജോൺസൺ, സിജോ പുന്നക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന സീനിയർ CPO ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുട്ടൻസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SMs റോഡിലെ ശശീന്ദ്രന്റെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് റിൻഡോ കാവല്ലൂർ, സംസ്ഥാന വൈസ് സെക്രട്ടറി ജെറോൺ ജോൺ എന്നിവർ സംസാരിച്ചു. ക്രൂരമായി വർദ്ധിച്ചത് എങ്ങനെയാണ് സർവീസിൽ തുടരാനുള്ള ഒരു സാഹചര്യമായി മാറുന്നത്? ഇവിടെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, സസ്പെൻഡ് ചെയ്തു തിരിച്ചു വരുന്ന എന്നാണ് അങ്ങോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ പറയുന്നത്. ഇടവേള. ഗോബോ നന്ദിരത്യ മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non AC റൂമുകൾ.
ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. തിങ്കളാഴ്ച നടക്കുന്ന പുലിക്കളിക്കൊരുങ്ങി തൃശൂർ നഗരം. ഇത്തവണ 9 സംഘങ്ങളാണ് പുലിച്ചുവടുകൾ വയ്ക്കുക. നായ്ക്കനാൽ പുലിക്കളി സമാജം, പാട്ടുരാക്കൽ ദേശം, അയ്യന്തോൾ, ശങ്കരൻകുളങ്ങര, കുട്ടൻകുളങ്ങര, ചക്കാമുക്ക്, സീതാറാമിൽ, വെളിയന്നൂർ ദേശം, യുവജന സംഘം, പുലിക്കളി സമിതി എന്നീ സംഘങ്ങളാണ് പുലിവേഷങ്ങളുമായി എത്തുക. പുലിച്ചമയ പ്രദർശനം തൃശൂർ ബാനർജി ക്ലബ്ബിൽ ഇന്നും നാളെയും തുടരും. അണിയറയിലെ ഒരുക്കങ്ങൾ മുതൽ പുലിക്കളി ദൃശ്യങ്ങൾ രാവിലെ 9 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഒൻപത് പുലിക്കളി സംഘങ്ങൾ, സുരക്ഷയ്ക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. പുലിവരയ്ക്കും ചമയ പ്രദർശനത്തിനും ഇതാദ്യമായി സമ്മാനം. ഇത്തവണ നാലോണനാളിൽ അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവം അതിഗംഭീരമാകുമെന്ന് മേയർ. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവം പൂർവാധികം ഗംഭീരമാക്കുമെന്ന് മേയർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ 9 ടീമുകളുമായിട്ടാണ് നമ്മൾ രംഗത്തിറങ്ങുന്നത്. 35 മുതൽ 51 പുലികൾ അടക്കമിറങ്ങുമ്പോൾ ഏകദേശം ഒരു 450 പുലികൾ സ്വയം നമ്മുടെ സ്വരാജ് റൗണ്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന, നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു രീതി നമുക്കുണ്ടാകും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സ്ത്രീജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്നവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ കുടിവെള്ളത്തിൻ്റെ സംരംഭം മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഇല്ലാത്തത് 50 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് നമ്മൾ ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലികൾക്കും സംഘാടകർക്കും കാണികൾക്കും കൂടി ഏതെങ്കിലും അവരവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവർക്ക് 2 ലക്ഷം രൂപ വെച്ച് കിട്ടാവുന്ന തരത്തിൽ നമ്മൾ 50 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് പുലിമടകളിൽ നിന്ന് നഗരം കീഴടക്കാനെത്തുക. പുലിക്കളി കലാകാരന്മാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്ത് ആദ്യമായി 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പുലിവരയ്ക്കും ചമയ പ്രദർശനത്തിനും ഇതാദ്യമായി ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകും. കോർപ്പറേഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്ലോട്ട് ഇത്തവണ പുതുമയാകും. ഓരോ പുലിക്കളി സംഘത്തിനുമുള്ള ധനസഹായമായ 3,12,500 രൂപയിൽ അഡ്വാൻസായി ഓരോ ടീമിനും 1,56,000 രൂപ വീതം കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 സ്വരാജ് റൗണ്ടിലെ തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം സംഘത്തിന് ജില്ലയിലെ മന്ത്രിമാരും MLAയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പുലിക്കളി മഹോത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ക്രമമനുസരിച്ച് നടുവിലാൽ, നായ്ക്കനാൽ, ബിനി ജംഗ്ഷൻ, പാലസ് റോഡ് വഴി മറ്റു സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. ഓരോ പുലിക്കളി സംഘത്തിലും 35 മുതൽ 51 വരെ പുലികൾ, ഒരു നിശ്ചല ദൃശ്യം, ഒരു പുലിവണ്ടി, ഒരു ഹരിതവണ്ടി എന്നിവ ഉണ്ടായിരിക്കും. പുലിക്കളിക്ക് 1-ാം സ്ഥാനത്തിന് 62,500 രൂപ, 2-ാം സ്ഥാനത്തിന് 50,000 രൂപ, 3-ാം സ്ഥാനത്തിന് 43,750 രൂപ എന്നിങ്ങനെ സമ്മാനമായി നൽകും. കൂടാതെ പുലിക്കൊട്ട്, പുലിവേഷം, പുലിവണ്ടി, അച്ചടക്കം, പുലിവര, ചമയ പ്രദർശനം എന്നിവയ്ക്കും സമ്മാനങ്ങൾ നൽകും. അന്നേ ദിവസം രാത്രി 10 തേക്കിൻകാട് മൈതാനിയിലെ ജില്ലാതല ഓണാഘോഷ വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. TCV തൃശൂർ. പുലിക്കളി ദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. തൃശൂർ കിഴക്കുംപാട്ടുകര തെക്കുമുറി കുമ്മാട്ടി മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പാരമ്പര്യ തനിമ വിളിച്ചോതി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്രയായി നഗരവീഥികൾ കൈയടക്കിയായിരുന്നു കുമ്മാട്ടിയുടെ വരവ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യ പെരുമയും പ്രൗഢിയും നിറഞ്ഞ കിഴക്കുംപാട്ടുകര തെക്കുമുറി കുമ്മാട്ടിയുടെ കാട്ടാളൻ, തള്ള, ഹനുമാൻ എന്നീ 3 മുഖങ്ങളുടെ 84-ാം വാർഷികം കൂടിയായിരുന്നു ഇത്തവണ എന്നത് ആഘോഷത്തിന്റെ പൊലിമ കൂട്ടി.
തൈക്കാട്ടുമന വേട്ടേക്കാരൻ സന്നിധിയിൽ നിന്നും ആരംഭിച്ച കിഴക്കുംപാട്ടുകര ദേശം വഴി ചേലക്കോട്ടുകര SNDP ജംഗ്ഷനിൽ എത്തിയ കുമ്മാട്ടി സംഘം തിരികെ തൈക്കാട്ടുമനയിലെത്തി സമാപിച്ചു. നാദസ്വരം, ബാൻഡ് മേളം, ശിങ്കാരിമേളം എന്നിവയ്ക്ക് പുറമെ നിശ്ചല ദൃശ്യങ്ങളും കുട്ടിക്കുമ്മാട്ടിയും പ്രച്ഛന്ന വേഷധാരികളായ കുരുന്നുകളും മാവേലിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവത്തിന് പുലിക്കളി സംഘങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുലികളിൽ വരയ്ക്കാനുള്ള ചായം തയ്യാറാക്കുന്ന പ്രവൃത്തിയോടെയാണ് പുലിയൊരുക്കം തുടങ്ങിയത്. വിവിധ നിറങ്ങളിലുള്ള ചായപ്പൊടികൾ വാർണിഷ് ഒഴിച്ച് അരയ്ക്കുന്ന പ്രവൃത്തിയാണിത്. നായ്ക്കനാൽ ദേശം പുലിക്കളി സംഘത്തിന്റെ ചായമരയ്ക്കൽ ജോലി നടക്കുന്നത് തൃശൂർ വിവേകോദയം സ്കൂളിലാണ്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 40ഓളം പേരടങ്ങുന്ന സംഘമാണ് ചായമരയ്ക്കുന്നത്. ഈ പ്രവൃത്തിയിൽ വർഷങ്ങളുടെ പരിചയമുള്ള സംഗമേശ്വരന്റെ നേതൃത്വത്തിലാണ് ചായമരയ്ക്കൽ നടക്കുന്നത്. ചായപ്പൊടി അരച്ചതിനു ശേഷം വാർണിഷ് ഒഴിച്ച് സൂക്ഷിച്ചു വയ്ക്കും. തിങ്കളാഴ്ച രാവിലെ 6-നാണ് പുലിവര ആരംഭിക്കുക. നായ്ക്കനാൽ പുലിക്കളി സംഘം പ്രസിഡന്റ് ബിജു, സെക്രട്ടറി ജയറാം, ട്രഷറർ വിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് നായ്ക്കനാൽ ദേശത്തിന്റെ പുലിക്കളിയൊരുക്കം നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ ഇനി പേര് ചേർക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒക്ടോബർ അവസാനം വരെ പേര് ചേർക്കാമെന്നുള്ള പ്രചരണം തെറ്റാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 2-ന് പ്രസിദ്ധീകരിച്ചതാണെന്ന് കമ്മീഷൻ അറിയിച്ചു. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനം കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. വോട്ടർ പുതുക്കുന്നത് തീരുമാനിക്കുകയാണെങ്കിൽ വിവരം കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വോട്ടർ പട്ടിക പുതുക്കുന്നത് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിനെ മാത്രം ആശ്രയിക്കണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 18 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. 5 സുഹൃത്തുക്കളോടൊപ്പമാണ് ഇവർ ബീച്ചിലെത്തിയത്. മത്സ്യത്തൊഴിലാളികളും തളിക്കുളം പഞ്ചായത്ത് മെമ്പർ മെഹബൂബും നാട്ടുകാരും വലപ്പാട് പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വലപ്പാട് ദയ ആശുപത്രിയിലേക്ക് മാറ്റി. ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. റെഗുലേറ്റർ പാലത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നായിരുന്നു പുഴയിൽ ചാടിയത്. പുഴയോരത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ഒരാൾ ആരോ പുഴയിൽ ചാടിയതായി സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഏനാമാക്കൽ നെഹ്റു പാർക്ക് കെയർടേക്കറും റെസ്ക്യൂ ടീം അംഗവുമായ രഞ്ജിനി അനിലൻ പോലീസിലും ഫയർഫോഴ്സിലും ഉടൻ വിവരമറിയിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മത്സ്യത്തൊഴിലാളിയുമായ ഷാജു അമ്പലത്തും വിവരം അറിഞ്ഞ് ഉടൻ സ്ഥലത്തെത്തി. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ യുവതിയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് മണലി പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പുലക്കാട്ടുകര സ്വദേശി കുടിയിരിക്കൽ വീട്ടിൽ 33 വയസ്സുള്ള നിധീഷാണ് മരിച്ചത്. ആമ്പലൂർ സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ സുബിൻ, സഹോദരൻ സൂര്യൻ, മണലി സ്വദേശി പറമ്പൻ വീട്ടിൽ അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണലി പാലത്തിന് സമീപത്തെ കടവിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പുഴയിൽ കുളിച്ച ശേഷം മടങ്ങുന്നതിനിടെ ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു. പടവുകളിലേക്ക് തലയിടിച്ച് വീണ നിധീഷിന്റെ ദേഹത്തേക്ക് ഓട്ടോ മറിഞ്ഞു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നിധീഷിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് പുഴയിൽ വീണ ഓട്ടോറിക്ഷ ഉയർത്തിയത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടന്ന കണ്ടശ്ശാം കടവിൽ വള്ളംകളി ആവേശമായി. എടത്വ ടൗൺ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും സൌത്ത് പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബിന്റെ ആലപ്പാട് ചുണ്ടൻ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജലവാഹിനി ബോട്ട് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കനോലി കനാലിലെ കണ്ടശ്ശാം കടവ് സൌഹൃദ തീരത്ത് ജലോത്സവം നടന്നത്. ചുരുളൻ എ ഗ്രേഡിൽ കണ്ടശ്ശാം കടവ് കരിക്കൊടി KDBCയുടെ താണിയനും, ബി ഗ്രേഡിൽ ഇല്ലിക്കൽ BBC-യുടെ പമ്പാവാസനും 1-ാം സ്ഥാനം നേടി. എ ഗ്രേഡിൽ നടുവിൽ സംഘം ബോട്ട് ക്ലബിന്റെ ഗരുഡനും, ബി ഗ്രേഡിൽ പുളിയംതുരുത്ത് PBCയുടെ ജിബി തട്ടകനും 2-ാം സ്ഥാനങ്ങൾ നേടി.
ജലഘോഷയാത്രയിൽ ഗോതുരുത്തിനാണ് ഒന്നാം സ്ഥാനം. മുതിർന്ന കുട്ടികളുടെ നീന്തൽ മത്സരത്തിൽ സഹോദരങ്ങളായ ടി.എ. അതുൽ രാജ്, ടി.എ. അജുൽ രാജ് എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഡിവൈഎസ്പിമാരായ വി.കെ. രാജു, ടി.കെ. ഷാജു എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ NMR വാച്ചർ പീലാർമുഴി സ്വദേശി സുഭാഷിനാണ് പരിക്കേറ്റത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. റോഡിൽ ആന നിൽക്കുന്ന വിവരം അറിഞ്ഞാണ് വനപാലക സംഘം സ്ഥലത്തെത്തിയത്. വെള്ളപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ നിന്നിരുന്ന ആനയെ സുഭാഷും റിസർവ് ഫോറസ്റ്റർ ദിവാകരനും ചേർന്ന് ഓടിച്ചുവിട്ടു. മറ്റൊരു വാച്ചറായ എൻട്രിക്കും ഒപ്പമുണ്ടായിരുന്നു. ഒച്ചവെച്ചതോടെ ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഫെൻസിംഗ് തടസ്സമായി. ഇതോടെ റോഡ് മുറിച്ചു കടന്ന് എതിർഭാഗത്തേക്ക് വനഭൂമിയിലേക്ക് നീങ്ങി. പിന്നീട് ആന പോയെന്ന് ഉറപ്പുവരുത്താൻ ടോർച്ച് തെളിയിച്ച് വീണ്ടും എത്തിയപ്പോഴാണ് ഇവർക്ക് നേരെ ആന പാഞ്ഞെടുത്തത്. സുഭാഷും ദിവാകരനും തിരിഞ്ഞോടിയെങ്കിലും കാൽതെറ്റി വീണ സുഭാഷിനെ ആന ആക്രമിക്കുകയായിരുന്നു. ഉരുണ്ടുമാറിയ ഇയാൾ തൊട്ടടുത്ത കാനയിലേക്ക് വീണു. ഇവിടെ വെച്ച് ആന കുത്തിയെങ്കിലും ദേഹത്ത് കൊണ്ടില്ല. വീണ്ടും തുമ്പിക്കൈ കൊണ്ട് വയറ്റിൽ തട്ടുകയും ചെയ്തു. ഇതിനിടെ ഒച്ചവെച്ച ദിവാകരന് നേരെയും ആന പാഞ്ഞെടുത്തു. കൂടുതൽ ആളുകൾ ബഹളമുണ്ടാക്കിയപ്പോൾ കൊമ്പൻ തിരിഞ്ഞു പോവുകയായിരുന്നു. ചെല്ലുന്ന സമയത്ത് ആന റോഡിൻ്റെ സൈഡിൽ നിന്നോണ്ടിരിക്കും. രണ്ട് സൈഡിലും ഫെൻസിംഗ് ആണ്. ഇലക്ട്രിക് മറ്റേ സോളാർ ഫെൻസിംഗ് ഉണ്ട്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ. അപ്പോൾ അത് കണ്ട് നമ്മൾ ആനനെ ഓടിച്ചപ്പോൾ കുറച്ചാണ്ട് ഓടിപ്പോയി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ നിറച്ചാണ്. ഈ ആന ക്രോസ് ചെയ്യാൻ നോക്കി. ക്രോസ് ചെയ്യാൻ അപ്പുറത്ത് റോഡിന് ക്രോസ് ചെയ്ത് വന്നു. ആനയ്ക്ക് പോകാൻ പറ്റാണ്ട് തിരിച്ച് ആന കയറി അങ്ങോട്ട് ആ അമ്പലത്തിൻ്റെ അവിടേക്കാണ്ട് പോയി. പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന കാണാണ്ടായപ്പോൾ ഞങ്ങൾ തിരഞ്ഞു നോക്കി. അപ്പോൾ ഇതിന് വണ്ടികളെ കണ്ടമാനം വണ്ടികൾ നമ്മളെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവരോട് ബാക്ക് എടുക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ആന ചാർജ് ചെയ്തിട്ട് ചിഹ്നം വിളിച്ച് ഓടി വന്നു. അപ്പോൾ ഈ വണ്ടികളോട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആന നമ്മൾ തൊട്ടടുത്തെത്തി. അപ്പോൾ അതിനൊരു വളവിലെത്തിയപ്പോഴത്തേനും വണ്ടികളൊന്നും ആന ഒന്നും ചെയ്തില്ല. പക്ഷേ സുഭാഷിൻ്റെ എൻ്റെ പിന്നാലെ ഓടി വന്നു. സുഭാഷ് പെട്ടെന്ന് വീണിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ആന തട്ടി അവിടെ ഒരു ചാലുണ്ടായിരുന്നു. ആ ചാലിലേക്ക് വീണിട്ട് ആന സുഭാഷിനെ ചവിട്ടി കുത്തി ആന. പക്ഷെ കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഞ്ചിൽ കിടക്കണ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷൊന്നും പറ്റില്ല. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചവരെ നേർവഴിയിലെത്തിച്ച് പഴയന്നൂർ പോലീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വഴിതെറ്റി പൈനാപ്പിൾ തോട്ടത്തിലെ ചെളിയിൽ കാർ കുടുങ്ങിയ കുടുംബമാണ് പഴയന്നൂർ പോലീസുമായി ബന്ധപ്പെടുന്നത്. കോട്ടായിൽ നിന്നും ഗൂഗിൾ മാപ്പിട്ട് പുതനക്കര ശിവക്ഷേത്രത്തിലേക്ക് വന്ന കുടുംബമാണ് വഴിതെറ്റി പൈനാപ്പിൾ തോട്ടത്തിൽ എത്തിയത്. വിവരം ലഭിച്ചയുടൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ ശിവകുമാർ, മുഹമ്മദ് ഷാൻ എന്നിവർ കുടുംബം അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് പോയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. തുടർന്ന് മറ്റടയാളങ്ങൾ വെച്ചാണ് പോലീസ് പൈനാപ്പിൾ തോട്ടത്തിൽ കാർ കുടുങ്ങിക്കിടന്ന സ്ഥലത്തെത്തിയത്. 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. പോലീസ് സംഘം പ്രദേശവാസികളെ വിളിച്ചുവരുത്തി മറ്റൊരു വാഹനത്തിന്റെ സഹായത്തോടെ കാർ കയറ്റി കുടുംബത്തെ പ്രധാന റോഡിലെത്തിച്ചു. ചാലക്കുടിയിലെ ബാറിൽ വന്ന കസ്റ്റമറെ ആക്രമിച്ച കേസിൽ MDMA കേസിലെ പ്രതിയായ ബാർ മാനേജർ അറസ്റ്റിൽ. കട്ടപ്പന ഉടുമ്പുംചോല സ്വദേശി മുട്ടത്ത് വീട്ടിൽ തോമസിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര നാടുകുന്ന് സ്വദേശി നൊച്ചുവളപ്പിൽ വീട്ടിൽ ജിറ്റോയെയാണ് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുലാക്കോട് നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള പ്രജീഷിനെയാണ് പനംകുറ്റി എന്ന സ്ഥലത്തെ പണിതീരാത്ത വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച പ്രജീഷിന്റെ ഭാര്യ സഹോദരൻ രവിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേലക്കര പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷം തുടരുന്നു. ശനിയാഴ്ച വൈകിട്ട് ജില്ലാ ഓഫീസേഴ്സ് ക്ലബ്ബ് അവതരിപ്പിച്ച ജയചന്ദ്രൻ സ്മൃതി ഗാനസന്ധ്യ അരങ്ങേറി. ഭാവഗായകൻ ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ ആലാപനം ആസ്വാദകരുടെ മനം കവരുന്നതായി. തുടർന്ന് അനിൽ ഏകലവ്യ അവതരിപ്പിച്ച ഗസൽ അരങ്ങേറി. ഞായറാഴ്ച രാത്രി സംഗീത വിരുന്നും തോൽപ്പാവക്കൂത്തും അരങ്ങേറും. നാലോണ നാളിൽ സംഗീത സന്ധ്യ, സമ്മാനദാനം എന്നിവയോടെ ജില്ലാതല ഓണാഘോഷത്തിന് തിരശ്ശീല വീഴും. തൃശിവപ്പേരൂർ CRPF ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷവും വാർഷിക പൊതുയോഗവും തൃശൂർ വിവേകോദയം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ON രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ റിസ്റ്റിൻ സേവ്യർ, സൊസൈറ്റി സെക്രട്ടറി TS സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ സ്ഥലത്തും വന്ന് കാണുകയുണ്ടായി. കണ്ടിട്ട് സാധാരണ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സഹായം ആർക്കെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും രൂപ ഈ വർഷം ഇരിങ്ങാലക്കുടയിൽ ബാറിന് മുൻവശത്ത് പാർക്കിംഗ് ഗ്രൌണ്ടിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ഈസ്റ്റ് കോമ്പാറ സ്വദേശി പൊറായി വീട്ടിൽ അഖിൽ, തൊമ്മാന കച്ചേരിപ്പടി സ്വദേശി പൊറ്റയ്ക്കൽ വീട്ടിൽ ആകാശ്, ഇരിങ്ങാലക്കുട നടവരമ്പ് സ്വദേശി കൂട്ടപ്ലാവിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിയൂർ പത്തനങ്ങാടി സ്വദേശി അഭിനവിനെയാണ് പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഒറ്റപ്പാലത്ത് പൂക്കടയിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. പാലപ്പുറം പല്ലാർമംഗലം സ്വദേശി മുഹമ്മദ് ഫെബിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തിരിപ്പാല മണൽപ്പറമ്പിൽ സെയ്താലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവോണ ദിവസമായിരുന്നു സംഭവം. ഓണത്തോടനുബന്ധിച്ച് സെയ്താലി നടത്തിയ താൽക്കാലിക പൂക്കച്ചവട കേന്ദ്രത്തിലെ ജീവനക്കാരനായിരുന്നു ഫെബിനെന്ന് പോലീസ് പറഞ്ഞു. കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഇതിനിടെ സെയ്താലി സ്ഥാപനത്തിലെ കത്തികൊണ്ട് ഫെബിനെ വെട്ടിയെന്നാണ് കേസ്. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ചാരായവുമായി എടമുട്ടം സ്വദേശിയെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നെറ്റിക്കോട് സ്വദേശി മാടാനി വീട്ടിൽ ഭാസ്കരനെയാണ് വാടാനപ്പള്ളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ റൌഡി കൂടിയായ പെരിങ്ങോട്ടുകര കറുപ്പത്തറ വീട്ടിൽ അജിത്താണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് തൃശൂരിലെ അധ്യാപക കൂട്ടായ്മ പുറത്തിറക്കിയ ഹൃദയത്തിൽ നിറവോണം എന്ന സംഗീത വീഡിയോ ആൽബം ശ്രദ്ധേയമായി.
മുൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനനാണ് ആൽബത്തിന്റെ ഗാനരചന നിർവഹിച്ചത്. രഘു പുത്തില്ലം സംഗീതം നൽകിയ വരികൾ ആലപിച്ചിരിക്കുന്നത് സംഗീത അധ്യാപകർ ചേർന്നാണ് എന്നതും ആൽബത്തെ വേറിട്ടതാക്കുന്നു. സെറീന റോയ്, കവിത മനോജ് എന്നിവരാണ് ആൽബം അണിയിച്ചൊരുക്കാൻ നേതൃത്വം നൽകിയത്. യദു എസ് മാരാർ പ്രകാശനം ചെയ്ത ആൽബം ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഹൃദയത്തിൽ നിറവോണം കളിയും ചിരിയും തൊടികൾ. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നബിദിനം ആഘോഷിച്ചു. ജുമാ മസ്ജിദിൽ നടന്ന ഗ്രാൻഡ് മൌലീദ് ശേഷം ദുആ സംഗമത്തോടെ മഹല്ല് പ്രസിഡന്റ് VM സിദ്ദീഖ് പതാക ഉയർത്തി. നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. പൊതുസമ്മേളനം മഹല്ല് ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി ഉദ്ഘാടനം ചെയ്തു. പൂക്കളം ഇടുന്നതിനിടെ അയൽവാസിയായ യുവാവിനെ കുടകൊണ്ടും കുടക്കമ്പി കൊണ്ടും കഴുത്തിൽ കുത്തി ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിലായി. തിരുവത്രാമുട്ടിൽ വടക്കൂട്ട് ഷാഹുവാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ് വെളിയംകോട് ഗഫൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മതിലകത്ത് 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പനങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ തൻസിറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജേഷിനെയാണ് പ്രതി ആക്രമിച്ചത്. കാട്ടൂർ എടക്കുളത്ത് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളായ സ്റ്റേഷൻ റൌഡികൾ അറസ്റ്റിൽ. എടക്കുളം ചൂരക്കാട്ടുപടി സ്വദേശികളായ ഈശ്വരമംഗലത്തെ വീട്ടിൽ അഖിനേഷ്, പുത്തൻ വീട്ടിൽ അസ്മിൻ എന്നിവരാണ് അറസ്റ്റിലായത്. എടക്കുളം സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ വിപിനെയാണ് കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തൃപ്രയാറിൽ യുവാവിനെയും കൂട്ടുകാരെയും ആക്രമിച്ച കേസിൽ 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി വാക്കറ വീട്ടിൽ ആദിൽ ഹുസൈൻ, പഴുവിൽ സ്വദേശി പണിക്കെ വീട്ടിൽ റൈഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,945 രൂപ, ഭവന് 79,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ DGPക്ക് നിയമോപദേശം. സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്. മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മർദ്ദിച്ച പോലീസ് സംഘത്തിലുണ്ടായിരുന്ന CPO ശശീന്ദ്രന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തിങ്കളാഴ്ച നടക്കുന്ന പുലിക്കളിക്കൊരുങ്ങി തൃശൂർ നഗരം. ഇത്തവണ പുലിക്കളിക്ക് 9 സംഘങ്ങൾ. അണിയറയിലെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ പുലിക്കളി TCVയിൽ തത്സമയം. പുലിക്കളി ദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ ഇനി പേര് ചേർക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബർ അവസാനം വരെ പേര് ചേർക്കാമെന്നുള്ള പ്രചരണം തെറ്റെന്നും കമ്മീഷൻ. തളിക്കുളം ബീച്ച് റിസോർട്ടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി അശ്വന്താണ് മരിച്ചത്. ഏനാമാവ് കെട്ടുങ്ങലിൽ റെഗുലേറ്റർ പാലത്തിന് മുകളിൽ നിന്നും പുഴയിൽ ചാടിയ യുവതി മരിച്ചു. പുതുക്കാട് മണലി പാലത്തിന് സമീപത്തെ കടവിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവ് മരിച്ചു. ഓളപ്പോരിൽ ആവേശം തീർത്ത് കണ്ടശാങ്കടവ് ജലോത്സവം. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ എടത്വ ടൗൺ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി 1ാം സ്ഥാനം നേടി. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. പീലാർമുഴി സ്വദേശി സുഭാഷിനാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.